അത്യാവശ്യം വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഇടുക. വീടിനോട് ചേർന്നുള്ള മാളങ്ങൾ, കല്ലുകെട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ഹോൾസ്, ഇതെല്ലാം എന്തെങ്കിലും വെച്ചൊക്കെ അടച്ചു വയ്ക്കണം. ചെടികളെ പരിപാലിക്കുമ്പോൾ സൂക്ഷിക്കണം. വെള്ളം പോകുന്ന വഴികൾ, അതായത് നനവുള്ള പ്രദേശങ്ങൾ, നമ്മൾ അലക്കുകല്ലിന് ചുവട്ടിലും ബാത്റൂമിനകത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ അടുക്കളയ്ക്കകത്ത്, ഈ ഫ്രിഡ്ജിനടിയിലും ഫ്രിഡ്ജിന് ഇടയ്ക്കുമൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അടുപ്പിന് വിറക് പോലെയുള്ള സാധനങ്ങൾ, ഈ വേണ്ടാത്തതൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് എന്താണ്, നമ്മൾ വീടിനകത്തുനിന്ന് വെളിയിലാക്കും, പക്ഷെ വെളിയിൽ നിന്ന് നമുക്ക് കൊണ്ട് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും, വീടിനോട് ചേർന്ന് എവിടെയെങ്കിലുമൊക്കെ, അതൊക്കെ എൻ്റെ വീട്ടിലായാലും ഉണ്ട്, നമുക്ക് കളയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് എന്ത് ചെയ്യും, ചാരി വയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കും. ഒരു ഷെൽട്ടർ കൊടുക്കരുത്. ഇവർക്ക് ആവശ്യം ഫുഡും ഷെൽട്ടറും മാത്രമാണ്. വന്യജീവികൾക്കെല്ലാം അങ്ങനെയാണ്, പാമ്പിനുൾപ്പെടെ. അപ്പോൾ ആഹാരം എന്ന് പറയുന്നത് എലിയാണ്, തവളയാണ്, അല്ലെങ്കിൽ മറ്റ് ചെറിയ പാമ്പുകൾ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ പല്ലിയൊക്കെ പിടിക്കാനാണ് ഈ ചുരുട്ട പോലെയുള്ള ചെറിയ പാമ്പുകൾ കയറി വരുന്നത്, നോൺ വെനമസ് ആണ്. അപ്പോൾ ഇവർ വരുന്നത് എന്തിനാണ്, ഫുഡിൻ്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എലിയെ പോലെയുള്ള ജീവികൾ വരുന്നത്. അപ്പോൾ അതും തിരിച്ചു വരുന്നത് നമ്മളിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഇത് ഇടുന്നത് കൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ഒഴിവാക്കുക, അത്തരം സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ എലിയോ പല്ലിയോ വരുമ്പോൾ അതിൻ്റെ പുറകെ എന്ത് ചെയ്യില്ല, പാമ്പ് വരില്ല. ആ എലി വരാതിരുന്നാൽ പാമ്പ് വരില്ലല്ലോ. അപ്പോൾ ആ ഫുഡിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഷെൽട്ടർ, അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും ഇതുപോലെയുള്ള മാളങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എലി ഉണ്ടാക്കുന്ന മാളങ്ങൾ, എലിക്കെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ഭയങ്കര നെറ്റ്വർക്കാണ്. നമ്മൾ പല സ്ഥലത്തും പോയി ഇതുവഴി കയറിപ്പോയി എന്നവർ പറയും. നമ്മൾ ഇതിങ്ങനെ ഇടിച്ചിടിച്ച് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് പല വഴി ഇഷ്ടംപോലെ ഇതാണ്, ഒരുപാട് മാളങ്ങളാണ്. ഇത് പല വഴിക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ചിലപ്പോൾ ഓപ്പണിങ് ഇവിടെ ആയിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ അപ്പുറത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പറമ്പിലായിരിക്കും. കാരണം എലി തുറന്ന് അതങ്ങ് പോകും. അടുത്തെവിടെയാണോ ചെന്ന് കയറാൻ പറ്റുന്നത് അവിടെ കൂടെ തുറന്ന് അതങ്ങ് ഇറങ്ങിപ്പോകും. പാമ്പ് സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കുന്നില്ല, പാമ്പ് ഇതിനകത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇതുവഴി കയറി അതുവഴി അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. നമ്മളിത് കാണുന്നില്ല, കയറുന്ന മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അത്രയും നെറ്റ്വർക്ക് ഉണ്ട് എലിക്ക്. അപ്പോൾ ആ ഒരു ഇത് തടയണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഷെൽട്ടർ വന്ന് കയറിയാൽ, ഇപ്പോൾ റോഡിൽ നിന്ന് ഒരു പാമ്പ് ഗേറ്റ് വഴി കഴിഞ്ഞ് അകത്ത് കയറി, അതിന് എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ഇറങ്ങി അങ്ങ് പോകും. ഇത് പെട്ടെന്ന് എന്താണ് എവിടെയെങ്കിലും ചുരുണ്ടൊന്നിരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ അല്ലാതെ നട റോഡിൽ എന്തായാലും കിടക്കില്ല. ഇതിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഞാൻ ഇവിടെ കിടന്നോളാന്നും പറഞ്ഞ് അങ്ങ് കിടക്കുകയല്ല ചെയ്യുന്നത്. അത് മാക്സിമം ഒരു ഇരുണ്ട സ്പേസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും, അതെ അങ്ങനെയുള്ള സ്ഥലത്താണ് അത് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെടി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓടി അതിൻ്റെ ഇടയിൽ ചെന്ന് എന്ത് ചെയ്യും, അത് ഒതുങ്ങിയിരിക്കും. ഇപ്പോൾ കുറച്ചായിട്ട് വാർത്തയിൽ കേട്ടു, നമ്മൾ AC-ന്റെ ഉള്ളിൽ ഞാൻ കൊടുത്ത കൊള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു അത്, AC-യിൽ. അത് എന്നെയാണ് വിളിച്ചത്, രാത്രിയായിരുന്നു. ശ്രീകാര്യം എനിക്ക് ഇച്ചിരി ദൂരം കൂടുതലായതുകൊണ്ട് ഞാനൊരു വോളണ്ടിയറെ വിളിച്ച് കൊടുത്തതാണ്, ഒന്ന് നോക്കാൻ പറഞ്ഞു. കാരണം AC-ക്കകത്തോട്ട് ഒരു വാല് കയറി പോകുന്നതാണ് കണ്ടത്. പക്ഷെ അവിടെ ചെന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് 5 എണ്ണം ഉണ്ടായിരുന്നു. അത് വില്ലൂന്നി, ബ്രോൺസ് ബാക്ക് എന്ന് പറയുന്ന, കൊമ്പേറി എന്ന് പറയുന്നതാണ്. അത് നോൺ വെനമസ് ആണ്, പക്ഷെ എന്നാലും പാമ്പിന് പേടിയുള്ളവർക്ക് അത് മതിയല്ലോ ബോധക്കേട് വരാനായിട്ട്. അപ്പോൾ അത്തരം തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്.